ഇക്കുറി തൃശൂർ പൂരത്തിന് പാറമേൽക്കാവിൽ അമ്പയുടെ തിടമ്പേറ്റാൻ ഒരുങ്ങുകയാണ് കൊല്ലം തൃക്കടവൂരിന്റെ അഭിമാനമായ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ശിവരാജുവിന് വൈദ്യപരിശോധനകൾ പൂർത്തിയായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗിക അനുമതിയും നൽകി. പൂരപ്പറമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ശിവരാജുവിനെ കാണാനുള്ള ആവേശത്തിലാണ് അമ്പലപ്രേമികളും നാട്ടുകാരും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശിവരാജുവിന് ഈ അവസരം ലഭിച്ചത്. പാറമേൽക്കാവ് ദേവസ്വത്തിന്റെ ക്ഷണക്കത്തിനെ തുടർന്ന് നടപടികൾ തുടങ്ങി. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഔദ്യോഗിക ഉത്തരവിറക്കി. ഇതോടെ ഈ വർഷം പാറമേൽക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് തൃക്കടവൂർ ശിവരാജു തന്നെയെന്ന് ഉറപ്പായി. ഇനി തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം കമ്മിറ്റിക്ക് മാത്രമല്ല, നമ്മൾ കരയിലുള്ള 8 കരയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അത് പല ആൾക്കാരും പോകാനായിട്ട് തയ്യാറെടുത്ത് കാണാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കടവൂരപ്പൻ്റെ സഹായത്താൽ ഇനിയും ശിവരാജുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനാണ് ഗജവീരൻ എന്നറിയപ്പെടുന്ന ശിവരാജു. ചെവിയുടെ പ്രത്യേക ഘടനയും ഭംഗിയുമാണ് ശിവരാജുവിനെ മറ്റാനകളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. കുട്ടിക്കാലം മുതൽ ശിവരാജുവിനെ അടുത്തറിയുന്ന നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. ഈ മാസം 26 നടക്കുന്ന തൃശൂർ പൂരത്തിൽ തൃക്കടവൂർ ശിവരാജു പാറമേൽക്കാവിലമ്മയുടെ തിടമ്പേറ്റി നിൽക്കുന്നത് കാണാൻ തൃശൂരിന് തിരിക്കാനുള്ള ഒരുക്കത്തിലാണ് ശിവരാജു ഫാൻസുകാർ കൂടിയായ നാട്ടുകാർ. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തന്നെ അറിയില്ല. ആദ്യമേ ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 16 വർഷം മുമ്പാണ് ശിവരാജുവിന് ഇങ്ങനൊരു അവസരം പാറമേൽക്കാവിൻ്റെ കൂട്ടാനായിട്ട് നിൽക്കാനൊരു അവസരം 16 വർഷങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവന് തിടമ്പാനയായിട്ട് പാറമേൽക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥന് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യം ഇത്തവണ അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്ന ഈ ഗജവീരനെ പൂരങ്ങളുടെ പൂരത്തിലേക്ക് യാത്രയയക്കുന്ന ചടങ്ങും ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരപ്പറമ്പിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. ന്യൂസ് 18 കൊല്ലം.